നമുക്ക് വിപ്പിംഗ് ക്രീമൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കാണിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 4 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റാക്കി എടുത്താൽ മതി. 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ബീറ്റർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് അതുപോലെ ഇതിലേക്ക് മാംഗോ എസൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബേക്കേഴ്സിൻ്റെ മാംഗോ ആ ഒരു എസൻസാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കുക. നിങ്ങൾ ചേർത്ത് നോക്കുക, അത്യാവശ്യം ഫ്ലേവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും മതി കേട്ടോ. അപ്പോൾ മാംഗോ എസൻസൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് മൈദ, അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പും കൂടെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ഈ ഒരു മാവിലേക്ക് മിക്സ് ചെയ്തിട്ടാണിത് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ആർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു മാങ്ങയുടെ ടൈമിലൊക്കെ നമുക്ക് നല്ലപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ കേക്കാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. പതുക്കെ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങയുടെ കഷ്ണങ്ങളും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് മാംഗോ കഷ്ണങ്ങളാക്കിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്തിന് നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മളിത് ഗ്രീസ് ചെയ്തിട്ടുള്ള പാനിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ചിട്ടും ഇത് ബേക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുക. ഇനി നമ്മളത് ബേക്കാവുന്ന സമയം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര, അതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു മാങ്ങയിലേക്ക് ആ ഒരു ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ കയറുന്ന രീതിയിലൊന്ന് കുക്കാക്കി എടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കേക്ക് ബേക്ക് ആയതിനു ശേഷം ഇത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കേക്ക് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.